നമ്മൾ കാശിയെ നോക്കിയാലും പോസിബിലിറ്റീസ് ആണ് എല്ലാവരുടെയും. മനസ്സിലാവും വെൽത്ത് എന്ന് പറഞ്ഞാൽ മണി തന്നെയാണെന്ന്. പക്ഷെ ബിസിനസ്സിൽ പിന്നെ ചില ഉപാസനാ മൂർത്തികളിലേക്ക് പോകുമ്പോൾ അവരെ വീട്ടിലിരുന്ന് ആരാധിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. പലരും ശ്മശാന ദേവതകളാണ്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് പറയും പോലെ കാശിയിൽ വരാനും എല്ലാവർക്കും കാരണങ്ങളുണ്ട്. ഇപ്പോൾ കാശി, ബനാറസ്, വാരാണസി ഇങ്ങനെ പല പേരുകളുള്ള പോലെ തന്നെ കാശിക്ക് പല ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഒരു ബിസിനസ്സിൽ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാറ്. നമ്മൾ കാശിയെ നോക്കിയാലും പോസിബിലിറ്റീസ് ആണ് എല്ലാവരുടെയും. ഫോർ എക്സാമ്പിൾ, ഒരു സ്പിരിച്വാലിറ്റിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി, നമ്മൾ അൾട്ടിമേറ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതുമായിട്ട്, അത് ദൈവമാവാം, യൂണിവേഴ്സ് ആവാം, ഹയർ എനർജി ആവാം, അവരായിട്ട് മേർജ് ചെയ്യാനുള്ള ഒരു സങ്കല്പം, അതെല്ലാമാണ് കാശി. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, ബിസിനസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാർക്കും കാശിയിൽ വരാനൊരു കാരണം ഉണ്ടാവും. എൻ്റെ കാരണം ഇസ് ടു എക്സ്പ്ലോർ ഹയർ പോസിബിലിറ്റീസ്. I think my spiritual account is well invested when I come to Kashi. കാശി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാശി ഒരു റെസീലിയൻസിൻ്റെ സ്ഥലമാണ്. നമ്മുടെ കാശി വിശ്വനാഥ് അമ്പലം 3 വട്ടം തകർക്കപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ അതിൽ അവരത് റീബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നു. സോ സ്പിരിച്വാലിറ്റിയെ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ കാശിയിൽ തന്നെ മണികർണിക ഘാട്ടുണ്ട്. അത് നമ്മുടെ എല്ലാം ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ നമ്മുടെ ലൈഫിൻ്റെ. ഇതൊന്നും അല്ല, അൾട്ടിമേറ്റ് വേറെ എന്തോ ആണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് വേർ ഡസ് ദ ലൈഫ് ടേക്ക് യു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾക്ക് മണികർണിക ഘാട്ടിൽ പോയിരുന്നാൽ കാണുന്നത്. ഒരു ശരീരം കരിഞ്ഞമർന്ന് അടുത്ത ശരീരം വന്ന് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ. സോ ബിസിനസ് ആയാലും ലൈഫായാലും യു ഹാവ് ടു, ഇഫ് യു ലീവ് എ വെരി ഓപ്പൺ, ജോയസ്, ആക്സെപ്റ്റിംഗ് ലൈഫ്, ഐ തിങ്ക് യു വോണ്ട് റിഗ്രറ്റ് വൺസ് യു ലേ ഡൗൺ ദെയർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡെഫിനേഷൻ ഓഫ് വെൽത്ത്. ബിസിനസ്സിൽ എനിക്ക് മനസ്സിലാവും വെൽത്ത് എന്ന് പറഞ്ഞാൽ മണി തന്നെയാണെന്ന്. പക്ഷേ ബിസിനസ്സിൽ ആ മോണിറ്ററി ടേംസ് അല്ലാത്ത പല വെൽത്തും ഉണ്ട്. ആ ബിസിനസ് നടത്തുന്ന ആളുടെ ആരോഗ്യം, ആ ബിസിനസ് നടത്തുന്ന ആളുടെ മെൻറ്റൽ പീസ്, ഇതെല്ലാം ആണ് വിച്ച് എമൗണ്ട്സ് ടു ബിസിനസ് അല്ലേ. അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യാൻ സാധനയിലൂടെ വളരെയധികം സാധിക്കും. കാരണം ഇറ്റ് ഗിവ്സ് യു ക്ലാരിറ്റി. ക്ലാരിറ്റി ഈസ് സംതിങ് ദാറ്റ് പ്രൊപ്പൽസ് യു ടു ഡു ഗുഡ്. അത് നമ്മുടെ ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം. ആ ഫോക്കസ് നമുക്ക് സാധനയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, ഫോക്കസ് ഉണ്ട്, we are clear about what to do and what not to do എങ്കിൽ business will of course flourish. Wealth is a byproduct that comes, it's a bonus. വെൽത്ത് ഉണ്ടാവാനായിട്ട് നിങ്ങൾ സാധന ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അതിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ചായ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര, പാല്, ചായപ്പൊടി, ഇതെല്ലാം പല ഇൻഗ്രീഡിയൻസ് ആണ്. നല്ലൊരു ബിസിനസ് ഉണ്ടാവുന്നെങ്കിൽ അതിന് നിങ്ങളുടെ ക്ലാരിറ്റി, മൈൻഡ്, പീസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ, ഇതെല്ലാം നല്ല രീതിയിൽ ഉരുത്തിരിയാനായിട്ട് നിങ്ങൾക്ക് സാധന ചെയ്താൽ നല്ലതാണ്. ശ്രീവിദ്യ എന്ന് പറയുന്നത് ദശമഹാവിദ്യയിലെ ഒരു വിദ്യയാണ്. വിദ്യ പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് നോളേജ് റിഗാർഡിങ് ലിബറേഷൻ ആവാം. സോ ദശമഹാവിദ്യ എന്ന് പറയുമ്പോൾ അതിൽ 10 ആട്രിബ്യൂട്ട്സ് ഓഫ് ദേവി. അമ്മ നമുക്ക് എപ്പോഴും ഒന്നാണ്. ആ അമ്മയിൽ നിന്ന് ആവിർഭാവം കൊണ്ട വേറെ 10 രൂപങ്ങളെയാണ് നമ്മൾ ദശമഹാവിദ്യയിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പല രീതിയിൽ ഉപയോഗിക്കാം. ഫയർ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കത്തിക്കാൻ ഉപയോഗിക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ചിതയെല്ലാം കത്തിക്കുന്നത് ഫയറാണ്. സോ ദ സെയിം എനർജി വെൻ യു യൂസ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, അതാണ് ദശമഹാവിദ്യയുടെ സാരം. ദശമഹാവിദ്യയുടെ ഒറിജിൻ എന്ന് പറയുന്നത് സതീദേവി തൻ്റെ അച്ഛനായ ദക്ഷ പ്രജാപതിയുടെ യജ്ഞത്തിന് പോകാൻ നിൽക്കുകയാണ്.
ഇപ്പോൾ മഹാദേവൻ ത്രിലോകജ്ഞാനിയാണല്ലോ. അവർ പറയുന്നത് പോണ്ട, യജ്ഞത്തിന് പോകേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് അറിയാം അതിന് ശേഷം ഉള്ള ഭവിഷ്യത്തുകളെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ പോകാൻ സമ്മതിച്ചില്ല. അപ്പോൾ ദേവി സ്വന്തം അച്ഛനെ ഒന്ന് കാണാനും അതേപോലെ തൻ്റെ ഭർത്താവായ മഹാദേവൻ എന്തുകൊണ്ട് യജ്ഞത്തിന് ക്ഷണിച്ചില്ല എന്ന് ചോദിക്കാനും കൂടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മഹാദേവൻ പോകരുതെന്ന് പറഞ്ഞപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു. ആ രൗദ്രരൂപത്തെ കണ്ട് മഹാദേവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ദേവി 10 രൂപം കൈക്കൊണ്ടു. എന്നിട്ട് മഹാദേവനെ 10 ദിശകളിൽ നിന്ന് വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയാണ് ദശമഹാവിദ്യകൾ ഉത്ഭവിക്കുന്നത്. ദശമഹാവിദ്യ 10 ദേവികളെ ഉപാസിക്കാൻ 10 രീതിയാണ്. അപ്പോൾ ശ്രീവിദ്യ അതിൽ വരുന്ന ഒരു ഉപാസനയാണ്. താരാദേവിയെ പൂജിക്കുന്നത് വേറൊരു ഉപാസന, ഭുവനേശ്വരി, ചിന്നമസ്ത, ബഗലാമുഖി, ഭൈരവി, ധൂമാവതി, അങ്ങനെ 10 ഉപാസനകൾ, 10 ദേവികളെ നമുക്ക് ഉപാസിക്കാം. ഇങ്ങനെ ഈ 10 ദേവികളെ ഉപാസിക്കും എന്ന് പറയുമ്പോൾ 10 ദേവികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഉപാസനകളാണോ അല്ല? അതെ, 10 പേരുടെയും ഉപാസന രീതികൾ വ്യത്യസ്തമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലളിത ത്രിപുരസുന്ദരി, രാജരാജേശ്വരി എന്ന് പറയും. ശ്രീചക്രം എന്ന് എല്ലാവരും കേട്ടിരിക്കും. ശ്രീചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് രാജരാജേശ്വരി അല്ലെങ്കിൽ ലളിത ത്രിപുരസുന്ദരി. അവരെ ഗൃഹസ്ഥാശ്രമികളായ, അതായത് സാധാരണ ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് വീട്ടിലിരുന്ന് പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാസനാമൂർത്തിയാണ്. പിന്നെ ചില ഉപാസനാമൂർത്തികളിലേക്ക് പോകുമ്പോൾ താര, ചിന്നമസ്ത, ഇവർ കമ്പാരിറ്റീവ്ലി ഒരു ഉഗ്രമൂർത്തി ഭാവത്തിലിരിക്കുന്നവരാണ്. അവരെ വീട്ടിലിരുന്ന് ആരാധിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. പലരും ശ്മശാന ദേവതകളാണ്. അപ്പോൾ അതിന് ഇൻറ്റൻസിറ്റി കൂടുന്തോറും വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഫാമിലി സിറ്റുവേഷനിലിരുന്ന് ആരാധിക്കാനുള്ള ചാൻസസിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവരെ പുറത്തു പോയി ഉപാസിക്കുക. അപ്പോൾ ഫാമിലി ലൈഫിൽ കഴിയുന്ന ആൾക്ക് ഉപാസിക്കാൻ പറ്റിയ ഒരു ദേവിയാണ് ലളിത ത്രിപുരസുന്ദരി. അതുപോലെ പലരുടെയും രൗദ്രഭാവം അല്ലെങ്കിൽ അവരുടെ ആട്രിബ്യൂട്ട് അനുസരിച്ച് നമ്മൾക്ക് അവരെ ഉപാസിക്കുന്ന രീതികളും മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, താരാദേവിയുടെ ഉപാസന അല്ലെങ്കിൽ ചിന്നമസ്തയുടെ ഉപാസന. താരാദേവിയുടെ ഉപാസനയിൽ അവർ പറയുന്നത് ഒരു ലെവലിന് ശേഷം ശ്മശാനത്തിൽ പോയിരുന്ന് ആണ് ഉപാസന രീതികൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് വീട്ടിലിരുന്ന് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നവർക്ക് അത് അത്രയ്ക്കും സാധിക്കണം എന്നില്ല. അപ്പോൾ നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഉപാസനാമൂർത്തിയെ ഡിസൈഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഉപാസനയിലേക്ക് പോകുന്നവരും ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരാം, വീട് വിട്ടു പോകേണ്ട സിറ്റുവേഷൻസ് വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഉപാസനാമൂർത്തിയെ തിരഞ്ഞെടുക്കണം. അതുപോലെ ഗുരു, ഏത് ദശമഹാവിദ്യയിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവാണ്. നമ്മുടെ ഗുരുവിൻ്റെ അനുഗ്രഹം, ആ ഒരു ഗ്രേസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലേ ആ ഉപാസനയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പടവുകൾ കയറാനും ഒരു സാധനയിൽ സക്സസ് നേടാനും സാധിക്കുകയുള്ളൂ. എല്ലാ സാധനയ്ക്കും ഒരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ദശമഹാവിദ്യയുടെ ഗോൾ അല്ലെങ്കിൽ സക്സസ് എന്ന് കണക്കാക്കുന്ന ലിബറേഷനാണ്. ഈ ജനന മരണ സൈക്കിൾ, അതിൽ നിന്ന് ഒരു മനുഷ്യനെ റിലീസ് ചെയ്യുക, മുക്തി തന്നെയാണ് ദശമഹാവിദ്യയുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താനാണ് ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. കാരണം ഗുരുവാണ് നമ്മളെ പ്രാപ്തനാക്കുന്നത് ആ ഒരു ലിബറേഷനിലേക്ക് എത്താനായിട്ട്. എഫേർട്ട് ഒരു ശിഷ്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സാധനയിൽ ഓരോ പടവുകൾ നമ്മൾ കയറുമ്പോൾ നമ്മൾക്ക് താളപ്പിഴകളില്ല എന്ന് മനസ്സിലാക്കി നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഗുരുവാണ്. കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ധൂമാവതി, ചിന്നമസ്ത, ബഗലാമുഖി, മാതംഗി, കമലാത്മിക. ഇതിൽ ഒരു ഗൃഹസ്ഥൻ റെഫർ ചെയ്യാം അല്ലെങ്കിൽ ഗൃഹസ്ഥന് ഉപാസിക്കാവുന്ന ദേവികൾ? ഇതിൽ സാധാരണ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടുവരുന്നത് കാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, മാതംഗി, അതേപോലെ ലളിത ത്രിപുരസുന്ദരി, കമലാത്മിക എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ താന്ത്രിക് ഫോമാണ്. ഈ തന്ത്ര എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇരട്ട തലയുള്ള ഒരു വാളായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് പ്രോപ്പറായി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പുരസ്ചരണം എന്ന് പറയുന്നത്, അതായത് ഒരു മന്ത്രത്തിൻ്റെ പുരസ്ചരണത്തിന് 5 ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ജപം, ഹോമം,
തർപ്പണം, പ്രോക്ഷണം ആൻഡ് മോചനം. പ്രോക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മുടെ മേത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്യുക. അതായത് ഇതെല്ലാം ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ആണ് ജപിക്കുന്നതിൽ. തർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ പിതൃതർപ്പണം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ പിതൃക്കളെ സേഷ്യേറ്റ് ചെയ്യുക, അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുക, ഭക്ഷണം കൊടുത്ത് അവർക്ക് വെള്ളം കൊടുത്ത്. അതേപോലെ തന്നെ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോക്ഷണം. അപ്പോൾ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം ഉണ്ടാവും, മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ ദേഹത്തേക്ക് നമ്മൾ കോരി ഒഴിക്കുന്നു. അതാണ് പ്രോക്ഷണം. ചിന്നമസ്ത ഐക്കോണോഗ്രാഫി നിങ്ങൾ കണ്ടാൽ ഒരു ദേവി തൻ്റെ തല വെട്ടിയെടുത്ത് അപ്പുറം ഇപ്പുറം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന 2 ദേവിമാർക്ക് ബ്ലഡ് ഭക്ഷിക്കാൻ കൊടുക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ദേവി ഒരിക്കൽ കുളിക്കാൻ പോയപ്പോൾ ദേവിക്ക് 2 കൂട്ടുകാരികളുണ്ട്, ജയ, വിജയ, ഡാഗിനി ഓർ വർണ്ണിനി എന്നും പറയും അവരെ. അവർക്ക് വിശക്കാൻ തുടങ്ങി. അവർ ദേവിയോട് ഭക്ഷണം ചോദിക്കുകയാണ്. അപ്പോൾ ദേവി പറഞ്ഞു, കുളിച്ച് കഴിയട്ടെ, തരാം. കുറച്ച് കൂടി കഴിഞ്ഞപ്പോൾ ആ ഡാഗിനിയൻ വർണ്ണിനിയുടെ വിശപ്പ് കൂടിക്കൂടി കൊണ്ടുവന്നു. അപ്പോൾ അവർ പെസ്റ്ററിയില്ല. നമ്മൾ നമ്മുടെ അമ്മയുടെ ഒരു കാര്യം പറയുന്നു, അത് നടന്നു കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയും, നമ്മുടെ അമ്മയല്ലേ, എത്ര നേരം ഞങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് തരുന്നില്ല. അതേപോലെ തന്നെ ഡാഗിനിയും വർണ്ണിനിയും പിന്നാലെ പോയി ചോദിക്കുകയാണ്, നന്നായി വിശക്കുന്നു അമ്മേ, ഞങ്ങൾക്ക് ഭക്ഷണം ഇപ്പോൾ തരുമെന്ന്. അപ്പോൾ വേറെ ഒന്നും ദേവിക്ക് കൊടുക്കാനുണ്ടായില്ല. ദേവി സ്വന്തം തലയറുത്ത് ആ ഐക്കോണോഗ്രാഫിയിൽ കാണുന്ന പോലെ 2 ബ്ലഡ് സ്ട്രീംസ് ദേവിയുടെ കഴുത്തു നിന്ന് ഉത്ഭവിക്കുന്നു. അത് രണ്ടുമാണ് ഡാഗിനിയും വർണ്ണിനിയും ഭക്ഷിക്കുന്നത്. അപ്പോൾ ചിന്നമസ്ത ഈസ് ഓൾസോ എൻ എംബോഡിമെൻറ്റ് ഓഫ് സെൽഫ് സാക്രിഫൈസ്. നമ്മളമ്മ ഇറ്റ്സ് ലൈക്ക് അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ, അതിൻ്റെ ഒരു മൂർത്തിഭാവം. അതുകൂടാതെ തല എന്ന് നമ്മൾ കണക്കാക്കുന്ന, തല എപ്പോഴും ഈഗോൻ്റെ ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഷീ ഈസ് എ ദേവി ഹൂ ടേക്സ് അവേ യുവർ ഈഗോ. അങ്ങനെ ഐക്കോണോഗ്രാഫിയിൽ വേറെ ഒന്ന് നമ്മൾ കാണാനുള്ളത്, ദേവി നിൽക്കുന്നത് ഒരു കപ്പിൾ, ലവ് മേക്കിംഗ് കപ്പിളിൻ്റെ മേലെയായിട്ടാണ് ദേവി നിൽക്കുന്നത്. ഇറ്റ് ഓൾസോ ഷോസ് ദാറ്റ് ദേവി വിൽ ട്രാൻസെൻഡ് ഓൾ യുവർ ഡിസയേഴ്സ്. ഡിസയറിനും അപ്പുറത്തെ ഒരു ലൈഫ്, സംതിങ് ബിയോണ്ട് കാണിക്കുന്ന ഒരു ദേവി കൂടിയാണ് ചിന്നമസ്ത എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധൂമാവതി ഐക്കണോഗ്രാഫിയിൽ നമ്മൾ കാണുന്നത് ഒരു വിഡോഡ് ലേഡി, അവരുടെ നല്ല സ്കെലിറ്റലായ ഒരു രൂപം, ശോഷിച്ച മെലിഞ്ഞ ഒരു ദേവിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ എല്ലാ ദേവിമാരും സുന്ദരിമാരായിട്ട് കാണണമെന്നില്ല അല്ലേ? അതെ, സൗന്ദര്യം കാണുന്ന ആളുടെ കണ്ണിലാണല്ലോ. അപ്പോൾ ചിലവർ ധൂമാവതി സാധനയിലേക്ക് പോകുന്നു, കാരണം അവർക്ക് ആ എനർജിയോട്, അൾട്ടിമേറ്റ്ലി ദശമഹാവിദ്യ എന്ന് പറയുന്നത് 10 വിദ്യകൾ 10 എനർജികളാണ്. അപ്പോൾ വാട്ട് അട്രാക്ട്സ് യു, അല്ലെങ്കിൽ വാട്ട് ഈസ് പോസിബിൾ ഫോർ യു, നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, യു ഗെറ്റ് അട്രാക്റ്റഡ് ടു ദാറ്റ് എനർജി. ഇപ്പോൾ ധൂമാവതി ദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാം വിചാരിക്കുന്ന സൗന്ദര്യം, നമ്മൾക്ക് എല്ലാം ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ട്, ഭംഗി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ധൂമാവതിയെ കാണുമ്പോൾ, ധൂമാവതി പറഞ്ഞ പുകയിൽ നിന്ന് ഉത്ഭവിച്ചവൾ, സ്മോക്ക്, എല്ലാം അൾട്ടിമേറ്റ്ലി ഒരു പുകയിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ലൈഫാണ് നമ്മുടെ എല്ലാം. പിന്നെ ഷീ ഓൾസോ ഷോസ് ദ ട്രാൻസിയൻറ്റ് നേച്ചർ. എപ്പോഴും ഭംഗിയുള്ളവരായിരിക്കുന്ന ആളുകൾ വയസ്സാവും തോറും അവരുടെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞവർ അവരുടെ മംഗല്യം നഷ്ടപ്പെടുന്നു. അപ്പോൾ അലക്ഷ്മി എന്ന് നമ്മൾ കരുതുന്ന എല്ലാ കാര്യങ്ങളുമാണ് ധൂമാവതിയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അലക്ഷ്മി കരുതുന്ന പലതും റിയാലിറ്റിയാണ്. നമ്മൾക്ക് ആ റിയാലിറ്റിയെ കാണാൻ ഇഷ്ടപ്പെടാത്ത കാരണമാണോ നമ്മൾ അതിനെ അഗ്ലിയായി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഭംഗിയില്ലാതെയായി കണക്കാക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ദേവിയുടെ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. സോ എവറിത്തിങ് ദാറ്റ് ഡസൻറ്റ് അപ്പീൽ ടു യുവർ വിഷൻ ഓർ ബ്യൂട്ടി, യുവർ സോ കോൾഡ് ഇമേജ് ഓഫ് ബ്യൂട്ടി, അതിനെപ്പോഴും നമ്മൾ ഡിനൈ ചെയ്യണം എന്നില്ല. ദാറ്റ് ഓൾസോ എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. ആ ആക്സെപ്റ്റൻസ്, ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് ലൈഫ്, അതിനൊരു ആക്സെപ്റ്റൻസ് തരുന്നൊരു ദേവിയാണ് ധൂമാവതി. സാധനയുടെ ഭാഗമാണ്. എല്ലാ യാത്രകളും ഒരു സാധന തന്നെയാണല്ലോ. നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസസ് തരുന്നു. എക്സ്പീരിയൻസസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സാധനം ഒന്നും കൂടി നന്നാവുന്നതായിട്ടാണ് തോന്നാറുള്ളത്. നമുക്ക് കാശി കണ്ടാൽ അറിയാം, എപ്പോഴും തിരക്കാണ്, ബട്ട് ആ കെയോസിലും ഒരു കാംനെസ് ഉണ്ട്. ആ ഒരു തിരക്കിലും ഇത്രയും അധികം ജീവിതങ്ങൾ
കടന്നു പോകുന്നു. ആൾക്കാർ പലതും പല കാര്യങ്ങൾ എക്സ്പീരിയൻസും. ദേവ് ദീപാവലി ആയിട്ട് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ്. കാശി ഘാട്ട് മൊത്തം ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓൾ ലിറ്റ് അപ്പ്. അതേപോലെ മനുഷ്യന്മാരുടെ ലൈഫും ലെറ്റ് ഇറ്റ് ലിറ്റ് അപ്പ് ടു ദ അൾട്ടിമേറ്റ് എന്ന് ആശംസിക്കുന്നു. ഉണ്ട്, നമ്മൾ കുട്ടികൾക്കായിട്ടൊരു വിൻ്റർ ക്യാമ്പ് ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് 2 ദിവസം റെസിഡൻഷ്യൽ കിഡ്സ് ആൻഡ് പെറ്റ്സ് ക്യാമ്പ് നടത്താൻ വിചാരിക്കുന്നുണ്ട് തട്ടേക്കാട് വെച്ച്. അപ്പോൾ കുട്ടികളും നേച്ചറും അതുപോലെ മൃഗങ്ങളും ഇടപഴകി അവർ കൂടുതൽ മണ്ണിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിക്കാൻ നോക്കുന്നത്. എവിടെ വെച്ചായിരുന്നു? തട്ടേക്കാട് നമ്മുടെ ബഡ്ജീസ് റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഒക്കെ? അപ്പോൾ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് റെയിൻ ഫോറസ്റ്റ് നമ്പറായ 9447200000 വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.